നമ്മുടെ ആത്മാവിൽ മാത്രമാണ് ദൈവജീവൻ വന്നത്. നമ്മുടെ ആത്മാവിൽ മാത്രമാണ് പൂർണ്ണമായി നാം രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഇച്ഛകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളുമൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ദേഹി രക്ഷിക്കപ്പെട്ടിട്ടില്ല, പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ദേഹിയും ഒരു മാറ്റവും സംഭവിക്കാത്ത നമ്മുടെ ശരീരം, ഈ ശരീരത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് പാപശരീരമെന്നാണ്. അങ്ങനെ ഈ പാപ ശരീരവും പൂർണ്ണമായി രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ദേഹിയും ഉൾപ്പെടെയുള്ള ഒരു ജീവിതം നാം ഈ ഭൂമിയിൽ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നു. പലപ്പോഴും പാപം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. കാരണം നമ്മുടെ പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. പുതിയ മനുഷ്യനെ നാം ധരിച്ചിട്ടുണ്ട്. ആത്മീകമായി പുതിയ മനുഷ്യനെ നാം ധരിച്ചിട്ടുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവനെന്നാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ പറയുന്നുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവൻ, അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നമ്മൾ സംഭവിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവിൻ. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൽ അത് വെളിപ്പെടുന്നതിന് തടസ്സം പൂർണ്ണമായി രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവുമാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ സഭയുമായിട്ടുള്ള കൂട്ടായ്മകളാൽ, ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളാലെല്ലാം, പരിശോധനകളാലെല്ലാം ദൈവം നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ നമ്മെ ക്രിസ്തുവെന്ന തലയോളം വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നതാണ്, നമുക്ക് ഒരു പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമുക്ക് ആ പാപത്തെ ജയിക്കുവാനായിട്ടുള്ള ഒരു ആത്മീക നിലവാരം ലഭിക്കുന്നത്.